എറണാകുളം ജില്ലയിലേക്ക് നമുക്കൊന്ന് എത്താം. അവിടെ ഒരു പഞ്ചായത്തുണ്ട്, പൈങ്കോട്ടൂർ എന്ന് പറയും. UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഭരണം LDFനാണ്. ആ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് UDFിൻ്റെ കോൺഗ്രസിൻ്റെ യുവ MLA ആയ മാത്യു കുഴൽനാടൻ്റെ പഞ്ചായത്താണ്. അവിടെ UDFന് വലിയ തോൽവി സംഭവിച്ചിരിക്കുകയാണ്. അതായത് മാത്യു കുഴൽനാടനെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ പോലും തള്ളിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ. ഈ പൈങ്കോട്ടൂരിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയുമായി ഇപ്പോൾ സാലി മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുകയാണ് തൊടുപുഴയിൽ നിന്ന്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സാലിയോട് ചോദിക്കാം, എന്താണ് പൈങ്കോട്ടൂരിൽ സംഭവിച്ചതെന്ന്. സാലി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സാലി, മാത്യു കുഴൽനാടൻ ഓരോ ദിവസവും സർക്കാരിനെതിരെ ഓരോരോ ആരോപണങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി കൂടിയാണ്. പക്ഷേ ആ നാട്ടിലെ മനുഷ്യർ മാത്യു കുഴൽനാടന്റെ വാദങ്ങളെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നാണോ കുഴൽനാടന്റെ സ്ഥാനാർത്ഥി തോറ്റത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? പൈങ്കോട്ടൂരിൽ എന്താണ് സംഭവിച്ചത്? അതായത് മനു, കഴിഞ്ഞ തവണ പൈങ്കോട്ടൂരിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പൈങ്കോട്ടൂർ UDFനൊപ്പമാണ് നിന്നത്. 13-7-6 എന്നതായിരുന്നു കക്ഷിനില. അവിടെ ഒരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അത് UDFിൻ്റെ ഭാഗമായി നിന്ന് ജയിച്ച നിസാർ അഹമ്മദ് എന്നൊരാൾ അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ആണ് മിനിയാൻ നടന്നത്, ഇന്നലെ ഫലം വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ LDF ആ വാർഡിൽ നിന്ന് ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 276 വോട്ടിന് ജയിച്ച ആ വാർഡിൽ ഇത്തവണ UDFിൽ നിന്ന് LDF പിടിച്ചെടുത്ത് 166 വോട്ടിന് ആ മണ്ഡലം ഇടതുപക്ഷത്തേക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടന. അതിൻ്റെ പൊളിറ്റിക്സ്, അതൊരു വാർഡ് തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം നമുക്കറിയാം മാത്യു കുഴൽനാടൻ സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, മുന്നണിക്കെതിരെ, CPMനെതിരെയൊക്കെ നിരന്തരം പ്രസംഗിച്ചുകൊണ്ട് കിടക്കുകയും വലിയ പോരാട്ടം നടത്തുന്നു, പ്രതീതി സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ പോരാട്ടമൊന്നും സ്വന്തം വാർഡിലോ സ്വന്തം നാട്ടിലോ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള ഏറ്റവും മികച്ച തെളിവാണ് ഇന്നലത്തെ പൈങ്കോട്ടൂരിലെ പരാജയം എന്ന് ചേർത്ത് പറയേണ്ടി വരും. കാരണം ആ വാർഡ് UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 200-ലധികം വോട്ടിന് അവർ ജയിച്ച ആ വാർഡ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 166 വോട്ടിന് LDFിൻ്റെ അമൽരാജ് ജയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞ മാത്യു കുഴൽനാടൻ്റെ പഞ്ചായത്ത്, ഡീൻ കുര്യാക്കോസ് MP-യുടെ പഞ്ചായത്ത്, ആ പൊളിറ്റിക്സിന്റെ പേരിലാണ് സാലി, ആ ഒരൊറ്റ പൊളിറ്റിക്സിന്റെ പേരിലാണ് ഈ പൈങ്കോട്ടൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇത്ര നിർണായകമാകുന്നതും അത് ഇത്ര വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നത്. തീർച്ചയായും അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പൊളിറ്റിക്സിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നലെ വന്നത്. 30-17 എന്ന് പറയുന്നത് ശശി തരൂർ, മുല്ലപ്പള്ളി ഒക്കെ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. അതായത് ജനഹിതം നമുക്കെതിരാണ് എന്നവർ നേതൃത്വത്തോട് പറഞ്ഞു. മൂന്നാം തുടർ ഭരണത്തിലേക്ക് LDF പോകുന്നു. കാര്യമായ നിലപാട് മാറ്റമോ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ കോൺഗ്രസും UDFും വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകിയ ശശി തരൂരിനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും വിമർശിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. പക്ഷേ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് തിരിച്ചറിഞ്ഞ രണ്ട് നേതാക്കളാണ് ഇവർ എന്നാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്നൊരു പാഠം. 30-17 എന്ന് പറയുമ്പോൾ സർക്കാരിനെതിരെ വലിയ തോതിൽ ജനവികാരമുണ്ടെന്ന് വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലത്ത്, ഒരു സമയത്ത് ഇടതുമുന്നണി ഇത്രമേൽ വോട്ടുകൾക്ക് ഓരോ വാർഡും പിടിച്ചെടുത്തു എന്നുള്ളതും ആകെ തെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചായത്ത് വാർഡുകളിൽ ബഹുഭൂരിപക്ഷത്തിലും അവർ ജയിക്കുകയും ചെയ്തു എന്നുള്ളത് സർക്കാരിനെതിരായ ഒരു വികാരവും നാട്ടിലില്ല എന്നതിൻ്റെ മികച്ച തെളിവാണ്. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ആ ഗ്രൗണ്ട് റിയാലിറ്റി ഈ പറഞ്ഞ മുല്ലപ്പള്ളിയും ശശി തരൂരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ആ രീതിക്ക് ചിന്തിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ VD സതീശൻ വിരുദ്ധരായ ചില ആളുകൾ ഇന്നലെയൊക്കെ നമ്മോട് സംസാരിച്ചത്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് വിജയം സമ്മാനിക്കുന്നു, അവർക്ക് ആഹ്ലാദിക്കാൻ ഒരുപാട് വകയുണ്ട് എന്നതിനപ്പുറം കോൺഗ്രസ് പൊളിറ്റിക്സിൽ, ആഭ്യന്തര പൊളിറ്റിക്സിൽ വലിയ കലാപത്തിൻ്റെ തിരിതെളിക്കുന്നൊരു കാര്യം കൂടിയായിരിക്കും. ഇനി ഏതായാലും ശശി തരൂരും മുല്ലപ്പള്ളിയും ഈ വിജയം അല്ലെങ്കിൽ അവരുടെ ഈ പരാജയം ചൂണ്ടിക്കാട്ടി പാർട്ടിക്കുള്ളിൽ കലാപം ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് വരുന്ന ആളുകളിൽ പുറത്തു വരികയും ചെയ്യും. തീർച്ചയായും ഈ പൈങ്കോട്ടൂരിലെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നലെ ഈ വാർത്ത ഏറ്റവും സമ്പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സാലിയായിരുന്നല്ലോ. നമ്മൾ ഈ ആകെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ നോക്കൂ സാലി, ഒരു സർക്കാരിനെ സംബന്ധിച്ച്, LDF സർക്കാരിനെ സംബന്ധിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷമാണ്. ആ ഘട്ടത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഇത്രയധികം വലിയ വിജയം സ്വന്തമാക്കാൻ കഴിയുന്നതും. സാധാരണഗതിയിൽ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും പ്രതിഫലിക്കേണ്ട ഒരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയ വിജയം LDFന് അനുകൂലമായി വരികയും ചെയ്യുന്നു.
യഥാർത്ഥത്തിൽ LDF നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെ ഒരു 3.0 ആ സാധ്യതകൾ തുറന്നിടുകയാണോ? അതിനുള്ള ആത്മവിശ്വാസം കൂട്ടുന്നതാണോ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം? തീർച്ചയായും അത് ആദ്യം LDF-നേക്കാൾ മുമ്പ് മനസ്സിലാക്കിയ ചില നേതാക്കന്മാരുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശശി തരൂർ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് അവർ നേതൃത്വത്തിന് നേരത്തെ മുന്നറിയിപ്പ് നൽകി. ഒരു മൂന്നാം ഇടത് സർക്കാർ തുടർച്ചയായി വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചന നാട്ടിലുണ്ട്. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി, ജനവികാരം അതാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയ നേതാക്കളാണ് ശശി തരൂരും മുല്ലപ്പള്ളിയൊക്കെ. LDF-ന് നല്ല ബോധ്യം ഉണ്ടാക്കരുത്. കാരണം അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഫീഡ്ബാക്ക് കൃത്യമായി CPM നേതൃത്വത്തിനൊക്കെ മനസ്സിലാവുന്നതുകൊണ്ടാണ് അവർ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ചില കോൺഗ്രസ് നേതാക്കൾക്ക് അത് മനസ്സിലായിരുന്നില്ല. ശശി തരൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അത് മനസ്സിലായി എന്നുള്ളതാണ് വ്യത്യാസം. ആ വ്യത്യാസത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ വന്ന 30-17 എന്ന് പറയുന്നത്. 30-17 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല. മാത്രമല്ല UDF-നെ സംബന്ധിച്ചിടത്തോളം ചില പഞ്ചായത്തുകളിലും ചില വാർഡുകളിലെയൊക്കെ വോട്ട് കുത്തനെ കുറയുകയും അത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. SDP-യിലേക്ക് വോട്ട് മറിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ എതിരെ വലിയ കലാപം ഉയർത്തുകയാണ് അവർ. നിരന്തരം വാർത്തകളും നിരന്തരം പ്രചരണവും നടത്തുകയാണ്. പക്ഷേ ഈ കോർപ്പറേഷൻ അധികാരത്തിൽ ഈ LDF-ൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ അധികാരത്തിലെത്തിയ ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പിൽ 4ലും LDF-ആണ് ജയിച്ചത്. ഒന്ന് BJP-യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനർത്ഥം UDF ചിത്രത്തിലേ ഇല്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ഘട്ടം കഴിയുമ്പോഴും എന്നുള്ളതാണ്. പക്ഷേ അത് ഏറ്റവും മികച്ച സൂചകമാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. അത് ഏതായാലും LDF-ന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ആശങ്ക നൽകുന്നതാണ്. പക്ഷേ അതിനകത്ത് ആഭ്യന്തര കലഹങ്ങളും കലാപങ്ങളുമൊക്കെ അത് ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമം, ആ ശ്രമങ്ങൾക്കിടെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാട്ടം നടത്താൻ അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പൊതുപ്രവർത്തനം നടത്താൻ പല കോൺഗ്രസ് നേതാക്കൾക്കും കഴിയുന്നില്ല എന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് അവർ ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന യാഥാർത്ഥ്യം അവർ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത് എന്നുള്ളതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനം എന്നുള്ളത്. അത് എത്ര പേർക്ക് മനസ്സിലായി എന്നതിനനുസരിച്ചിരിക്കും വരുന്ന ആളുകളിൽ അവരുടെ നിലപാട്. ഒരു വശത്ത് SDP ആയിട്ടും മറുവശത്ത് BJP ആയിട്ടും ഒരേ സമയം കൂട്ടുകൂടുന്ന രാഷ്ട്രീയ ലൈൻ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യം ഇല്ല എന്ന യാഥാർത്ഥ്യം ഈ നേതാക്കൾ മനസ്സിലാകാത്തിടത്തോളം കാലം ഇവരിങ്ങനെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഒന്നാം LDF സർക്കാർ, രണ്ടാം LDF സർക്കാർ, മൂന്നാം LDF സർക്കാർ, അങ്ങനെ തുടർച്ചയായി ഭരണ തുടർച്ച മറുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വസ്തുത. അത് ഏതായാലും കോൺഗ്രസിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ UDF യോഗമൊക്കെ വിളിക്കുന്നുണ്ട്. UDF യോഗത്തിൽ ഏതായാലും ചർച്ചയാകും. നാളെ UDF-ൻ്റെ നേതൃയോഗമുണ്ട്. അപ്പോൾ UDF നേതൃയോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുന്ന കാര്യം ഉറപ്പുമാണ്. ഓക്കെ, താങ്ക് യു സലീം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നല്ല, തൊടുപുഴയിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത്. പൈങ്ങോട്ടൂരിൻ്റെ രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏത് തരത്തിലാണ് പ്രതിഫലിക്കുന്നത് എന്ന് പറയുകയായിരുന്നു. പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ ആ രാഷ്ട്രീയ ഫലം പ്രസക്തമാകുന്നത് അത് മാത്യു കുഴൽനാടൻ്റെ പഞ്ചായത്താണ്. മാത്യു കുഴൽനാടൻ്റെ സ്ഥാനാർത്ഥി അവിടെ വലിയ തോതിൽ തോറ്റുപോയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ആ പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ ഫലം, തെരഞ്ഞെടുപ്പ് ഫലം ഇത്രത്തോളം പ്രസക്തമാകുന്നതും വാർത്തയാകുന്നതും. ഏതായാലും മറ്റു പലരും അതിനെക്കുറിച്ച് വാർത്തകൾ കൊടുക്കാൻ മടിക്കുന്നൊരു സമയത്ത് കൂടിയാണ് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചത്. സലീം മുഹമ്മദ് സംസാരിച്ചത്.